എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു. അരുൺ, ഇത് അരുണാണ്, ഞാൻ ജസ്റ്റ് പറയാം. എത്ര വർഷമായി? കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കൂടെ, എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ നായർ. അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലർ ആയിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും. എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാത എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ടാണോ? മനസ്സിലായോ? എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല. എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആവശ്യപ്പെടും. ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ വേറെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളാവാം. മറുപടി പറയേണ്ട ഒന്നും തോന്നുന്ന കാര്യങ്ങൾ ഉണ്ണി പറഞ്ഞതെന്ന് ഒന്ന്, ഉണ്ണി എന്തിനാ ആ സ്പേസിലേക്ക്, അയാളുടെ സ്പേസിലേക്ക് പോയി എന്നുള്ള ചോദ്യം. രണ്ട്, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണല്ലോ പോയത്. ആ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉണ്ണിയോട് ഒരാൾ പരാതി പറയുകയാണ്. അതൊരു സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ത്രീയുടെ പരാതി ഇത്തരത്തിൽ മാനേജറെ പറ്റി മോശം കാര്യം കിട്ടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ട്, ഞാൻ മനസ്സിലാക്കി തോന്നുന്നു. എന്തുകൊണ്ട് ആ വിഷയം അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല? അല്ല, അതല്ല, ഞാൻ പറഞ്ഞത് സ്വന്തം മാനേജർ അല്ലെങ്കിൽ സ്വന്തം സിനിമകൾ PR ചെയ്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇന്റൻഷൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ഉണ്ണി മനസ്സിലാക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഉണ്ണി അയാളുടെ സ്പേസിലേക്ക് പോകുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, എന്റെ ചോദ്യം അങ്ങനെ എടുക്കണ്ട, ഞാൻ നിങ്ങൾ മറുപടി പറയേണ്ട ഉണ്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. രണ്ട്, എന്തുകൊണ്ട് അക്കാര്യം ഒരു നിയമപരമായിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിന്ന്, ഞാൻ ആദ്യം വിളിച്ചത് എന്റെ സുഹൃത്ത്, ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത്, അറിയിച്ചത്. ഞങ്ങൾ എല്ലാവരും കോമൺ ഫ്രണ്ട്സ് ആണ്. ഞാൻ ആദ്യം പറയുന്നത് 2018 മുതൽ 2021 ഇടയിൽ ഈ ഒരു ബന്ധം ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെ കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം 2 മാസം 3 മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു, ഇനി അങ്ങനെ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും, എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം. ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല. ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ, ഇപ്പൊ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണമെന്നൊന്നുമില്ല. അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ 15 വർഷത്തിലും അതിനെക്കാട്ടും കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്, അതുവരെ സിനിമയില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ, ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ അയാളെ വിളിക്കുന്നു, ഈ ഡയറക്ടറിനെ. എന്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. തിരിച്ചെനിക്ക് ഡയറക്ടറിനെ കോൾ ചെയ്തു. ഹി ഈസ് വെരി സോറി അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞു, അത് വിപിൻ, നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട്, ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാന്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിന്റെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല, അതൊരു റെന്റഡ് ആണ്. റെന്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടാണ്, റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട്. എനിക്ക് എന്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഉള്ള ടൈം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ താഴെ വരും. ഇതായിരുന്നു സിമ്പിൾ സംഭവം. ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് സംസാരിക്കുന്നു, വെരി നെക്സ്റ്റ് ഡേ ഇത് ന്യൂസ് ആവുന്നു. ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു, വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്റർ ആയിട്ട് ഇത് പുറത്തു വരുന്നു. രണ്ട് നടിമാരും പേര് പറഞ്ഞില്ല, കാര്യം പറഞ്ഞു. ആ രണ്ട് നടിമാരും ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പരാതി കൊടുത്തു. അതെ, ഒരാള് എനിക്ക് തോന്നുന്നു FK-ലും ഒരാള് അമ്മയിലും ഉണ്ട്. രണ്ട് വിഷയമാണ്. ഞാനുമായിട്ട് ബന്ധം. രണ്ടാമത്തെ ഇഷ്യൂ വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു സെയിം ഒഫൻസ് പോലെ, എനിക്ക് അറിയില്ല. മറ്റേ അതിനുശേഷം ആ പരാതി മനസ്സിലാകുന്നത് ഇങ്ങനെ മോശമായ രീതിക്കാണ് ഇവരോട് സംസാരം. പിന്നെയും ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു. ലാസ്റ്റ് എനിക്കൊന്ന് ഈ വിഷയം നടക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് സംശയ സിനിമയുടെ പ്രിവ്യൂ കാണാൻ നിങ്ങൾ ഒരുമിച്ചാണോ? അല്ല, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറയണം. ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പരാതി ഇപ്പൊ അടുത്തായിട്ട്, മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് FK-ലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഒഫീഷ്യലി പോയിട്ടുണ്ടെന്ന്. ഉണ്ടെന്ന് അവർ തമ്മിൽ വഴക്കുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ പരാതി ഉണ്ട്. ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല,
കേൾക്കുന്നുണ്ട്, പ്രൂഫില്ല. പ്രൂഫ് വന്നപ്പോൾ സംസാരിച്ചു. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു. എന്റെ കയ്യിൽ ഒരുപാട് കാര്യം, അതായത് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു. ഈ പുള്ളി കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ലോഡ് കംപ്ലൈന്റ്സ് ഉണ്ട്. ഇത് എന്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പണ്ടും നമ്മളിപ്പോ എന്നെ കുറിച്ചും പലരും പല കാര്യങ്ങൾ, ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രൂഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 3 വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറിനോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണമെന്ന്. പ്രൂഫില്ല. പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഒരു സുഹൃത്തിന് നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു? അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട്. അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന 3ാമത്തെ വ്യക്തിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ന്യൂസിലും വരുന്നില്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല. ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എന്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസൂയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം? ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇവര് ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ്. അസോസിയേഷനുകളുണ്ട്, ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും. ഇത് ഇവൻച്വലി ഇത് സോൾവ് ആവും. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതാണ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ. അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ആരും വഴക്കുണ്ടാക്കുന്നില്ല. എന്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശം പറഞ്ഞു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇയാൾ മാത്രമല്ല, ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരും എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ്, ഇപ്പൊ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഡൗട്ട് വന്നു. ഇപ്പൊ ആ വീഡിയോ പുറത്താണ്, കോടതിയും അതിലൊന്നുമില്ലെന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ AI വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ബട്ട് ഐ എം പ്രിറ്റി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം.